നമസ്കാരം. ഇന്ന് മെയ് 21 മോഹൻലാൽ ജനിച്ച ദിവസമാണ് മെയ് 21. 1960 ആണ്. 66 വയസ്സൊക്കെ ആയിട്ടുണ്ടാവും. മെയ് എന്ന് പറഞ്ഞാൽ മലയാളികൾക്ക് പ്രധാനപ്പെട്ട പലരുടെയും പിറന്നാൾ ദിവസമുള്ള മാസമാണ്. മെയ് 31 നമ്മുടെ മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ ബർത്ത്ഡേ. ഒപ്പം മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ മെയ് 24 അങ്ങനെ സംഭവബഹുലമായ ഒരു മാസമാണ് മെയ് മാസം. അവിടെയാണ് ചില ആളുകൾ ഏപ്രിൽ മാസം അവസാനമൊക്കെയുള്ള 4-5 ദിവസത്തിൻ്റെയൊക്കെ വ്യത്യാസത്തിൽ ജസ്റ്റ് മിസ്സായ മഹാന്മാരൊക്കെ ഉണ്ട്. അതൊന്നും ഞാനിപ്പോൾ വെളിപ്പെടുത്തുന്നില്ല, ഏപ്രിലിനും മെയ്യും തമ്മിലുള്ള വ്യത്യാസത്തിൽ. എന്തായാലും ഇന്ന് മെയ് 21 മോഹൻലാലിൻ്റെ ദൃശ്യം 3 റിലീസായ ദിവസമാണ്. മോഹൻലാലിനെ സംബന്ധിച്ച് ഒരു വ്യക്തിയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് സിനിമയിൽ റിലീസാവാൻ വ്യാഴം വെള്ളി ദിവസങ്ങളല്ലേ പറ്റൂ, മിക്കവാറും വെള്ളിയായിരിക്കും. അപ്പം ഇത്തരം ദിവസങ്ങൾ അസാധാരണമായിട്ടേ കടന്നു വരുള്ളൂ. ആ സാഹചര്യത്തിൽ അങ്ങനെയുള്ള അസാധാരണ ഒരു ദിവസം അവരുടെ ജീവിതത്തിൽ അപൂർവമായിട്ട് വിരലുണ്ടാവുന്ന ദിവസങ്ങളെ വരാൻ ഇടയുള്ളൂ. അങ്ങനെ ഒരു ദിവസം ദൃശ്യം 3 റിലീസായി. ദൃശ്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഗംഭീര അനുഭവം എനിക്കുണ്ടായി. അത് നിങ്ങളോട് പങ്കുവെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. എന്നെ സംബന്ധിച്ച് 3 പ്രധാനപ്പെട്ട ആകാംക്ഷ ഉണ്ടായിരുന്നു. ഒന്ന്, ജിത്തു ജോസഫിൻ്റെ കഴിഞ്ഞ തവണത്തെ വലതുവശത്തെ കള്ളനും മിറാഷും ഒക്കെയുള്ള പോലത്തെ 1-2 സിനിമകൾ അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിൽ അത്ര നിലവാരം നമുക്ക് ആസ്വാദ്യത കിട്ടാത്ത സിനിമകളാണ്. അപ്പോൾ ഇതിൻ്റെ തുടർച്ചയായിട്ട് വരുന്ന ദൃശ്യം എങ്ങനെയായിരിക്കും എന്നുള്ള, കാരണം വലിയൊരു ഫ്രാഞ്ചൈസി എന്നൊക്കെ പറയുന്ന പരിപാടിയാണല്ലോ. അപ്പോൾ അതിൻ്റെ നിലവാരത്തിലേക്ക് ഇത് കൊണ്ടുപോകണം. അപ്പോൾ അതിൻ്റെ തുടർച്ച കിട്ടുമോ എന്നൊക്കെയുള്ള ആശങ്ക ഉണ്ടായിരുന്നു സിനിമ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക്. എന്നെ സംബന്ധിച്ചും ഉണ്ടായിരുന്നു. പിന്നെ ജിത്തു ആയതുകൊണ്ടും ദൃശ്യം ജോർജ് കുട്ടിയുടെ കഥയായതുകൊണ്ടും അദ്ദേഹത്തിന് ആ കഥാപാത്രത്തെ എടുക്കുമ്പോൾ എപ്പോഴും ഒരു മികവ് ഉണ്ടാവാറുണ്ട്. ആദ്യത്തെ ദൃശ്യത്തിൽ ക്രൈം നടന്നു കഴിഞ്ഞു, നീതിക്കപ്പുറത്ത് നിയമം ഡിസ്കസ് ചെയ്യപ്പെട്ടു. രണ്ടാമത്തെ സിനിമയിൽ, മൂന്നാമത്തെ സിനിമയിലെത്തുമ്പോൾ സ്വാഭാവികമായിട്ടും എഴുത്തുകാരൻ്റെ ഉള്ളിൽ ആ കുറ്റബോധം ഉണ്ടല്ലോ. രണ്ടാമത്തെ സിനിമയിൽ അത് തെളിയിച്ചിട്ടുണ്ട്. അപ്പം അത് കൂടുതൽ കയറി നിൽക്കുന്നത് ഈ നീതിക്ക് മേലെ നിയമം കയറി നിൽക്കും എന്നുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. അതുകൊണ്ട് അതിനെ എങ്ങനെയാണ് ഒരുപക്ഷെ ജിത്തു ജോസഫ് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തേത്, ഇതിനൊടുവിൽ ഈ സ്വാഭാവികമായ ഉള്ളടക്കത്തെ സംബന്ധിച്ചാണ്. ഈ സിനിമയിൽ ക്രൈം ചെയ്തു എന്ന് നമ്മൾ വിചാരിക്കുന്ന ആൾ പിടിക്കപ്പെടുകയോ ഇല്ലയോ എന്നുള്ളത് സംബന്ധിച്ചാണ്. അങ്ങനെ 3 ആശങ്കയാണ് നമ്മളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ആകാംക്ഷയാണ് എന്നെ സംബന്ധിച്ച് ഈ സിനിമ കാണുമ്പോൾ ഉണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ട് ഈ 3-ാം ഭാഗത്തിന് എഴുതി വെച്ചിരിക്കുന്നത് പോലെ തന്നെ അത് പാസ്റ്റ് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം അവിടെ വരുന്നുണ്ട്. വീണ്ടും ഒരു കുരുക്കിലേക്ക് ജോർജ് കുട്ടി എത്തപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഈ കഥയുടെയും. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ ആ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടുള്ള ഒരു സാധ്യത. പിന്നെ ഒടുവിൽ മറ്റൊരു എൻഡിലേക്ക്, ക്ലൈമാക്സ് നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിൽ രസകരമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ആ ക്ലൈമാക്സിൽ ചില ഡിസ്റ്റർബിങ് എലമെൻറ്റ് നമ്മളിപ്പോഴും സിനിമ കണ്ടു കഴിയുമ്പോൾ നമ്മളെ അസ്വസ്ഥമാക്കും. പുതിയ ചില ചിന്തകൾക്ക്, ഈ പറഞ്ഞ പോലെ നമ്മുടെ നിയമം അല്ലെങ്കിൽ നീതിക്ക് വേണ്ടി നമ്മൾ നിയമം ലംഘിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ എത്ര വരെ പോകാം എന്നൊക്കെയുള്ളത് നമ്മുടെ മനസ്സിലുള്ള സദാചാരത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ സാമൂഹ്യ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മനസ്സിലുള്ള ചില പരിമിതി അല്ലെങ്കിൽ പരിധികളുണ്ടല്ലോ. ആ പരിധിയെ വലിയ പോകുമ്പോൾ ചില ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന എലമെൻറ്റുകളൊക്കെ ഉണ്ട്. അത് സിനിമയുടെ സിനിമ കഴിഞ്ഞ് നമ്മളെ പിന്തുടരുന്ന ഒരു കാര്യം കൂടിയാണ്. ആ അർത്ഥത്തിൽ സിനിമയ്ക്ക് മികവുമാണ്. അങ്ങനെയുള്ള ചില ഏരിയകളൊക്കെ ഉണ്ട്. ക്ലൈമാക്സ് ഒക്കെ വളരെ ഭംഗിയായിട്ട് ഒരു ഹീറോയിസത്തിൻ്റെ ലെവലിലേക്ക് മോഹൻലാലിനെ ഉയർത്താൻ കഴിയുന്നുണ്ട്. അതെങ്ങനെയാണ് ആക്ഷൻ ചെയ്ത് തുടരും സിനിമ പോലെ ഭയങ്കര സ്റ്റണ്ടൊന്നും ചെയ്തിട്ടല്ല. പക്ഷേ ചില ചെറിയ ഡയലോഗിലൂടെ ആ ഡയലോഗിനെ അനുബന്ധിച്ച് വലിയ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് ജോർജ് കുട്ടി ഇതുവരെ പറഞ്ഞിട്ടില്ലാത്ത വിധത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ പറയുന്നു. അങ്ങനെ മുന്നോട്ട് പോവുക, അപ്പോൾ ഉണ്ടാകുന്നൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും നമ്മളങ്ങ് മുന്നോട്ട് കൊണ്ടുപോകുന്ന വലിയ കയ്യടികൾക്ക് അവസരം ഉണ്ടാക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. മൊത്തത്തിൽ സിനിമ മുന്നോട്ട് കൊണ്ടുപോയി അവസാനിപ്പിക്കുമ്പം നമുക്ക് നല്ലൊരു അനുഭവമായി മാറുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അതിനപ്പുറത്ത് ചില ഈ ദൃശ്യത്തിൻ്റെ ഒരു പൊതു സ്വഭാവം ഭയങ്കര നാടകീയതയാണ്. ഇപ്പോൾ കുടുംബം നമ്മളൊരിക്കലും പെരുമാറാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് പറയുക. കാഷ്വലായ കുടുംബ ജീവിതത്തിലും നമ്മൾ നാടകീയതയാണല്ലോ. ഇപ്പം ജോർജ് കുട്ടി അത് ഹൃദയത്തിലേക്ക് എടുക്കരുത് എന്നൊക്കെ പറയും. മീന കാഷ്വലായിട്ടൊരു ഭാര്യ ഭർത്താവിനോട് അങ്ങനെയൊന്നും പറയില്ലോ. അങ്ങനെയൊക്കെയുള്ള ഡയലോഗുകളാണ് 1-ാം ഭാഗം മുതലുള്ളൊരു കാര്യമാണ് അത്. പക്ഷേ ആ കഥയുടെ മികവും അതിൻ്റെ കൈകാര്യം ചെയ്യുന്ന വിഷയത്തിൻ്റെ മികവും കൊണ്ട് അതിന് മേലെ, അതായത് ഈ പരിമിതിക്ക് മേലെ കയറി നിൽക്കും. അതോ ഈ നാടകീയത ആ സിനിമയ്ക്ക് ആവശ്യമാണെന്ന് ചില സമയത്ത് നമുക്ക് തോന്നും. ഒപ്പം മക്കളും ഭാര്യയൊക്കെ അടങ്ങിയ ഒരു കുടുംബമാണല്ലോ. കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ചെയ്തത് നിയമപരമായി തെറ്റാണെന്ന് അറിയാവുന്ന ഒരാളാണ് ജോർജ് കുട്ടി. അതോടൊപ്പം തന്നെ അതിൽ തൻ്റെ ഭാഗത്ത് ശരിയുണ്ട് എന്നും വിശ്വസിക്കുന്നു. ആ ശരി എന്ന് പറയുന്നത് ഭാര്യ മക്കൾ എന്നുള്ളതാണ്. അവരെ കവർ ചെയ്ത് നിൽക്കുക, അവർക്കൊരു സേഫ് ഗാർഡായി നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനു വേണ്ടി എന്തും ചെയ്യുന്ന ഒരാൾ എന്നുള്ള നിലയിലാണ്. അപ്പോൾ നമ്മൾ 1-ാം ഭാഗത്തിൽ പലരും ഉന്നയിച്ചൊരു സംശയത്തിന് ഇതിൽ ഒരു പരിഹാരമെന്നോ അല്ലെങ്കിൽ എന്താ പറയുക ഉത്തരം ഉണ്ട്. ജോർജ് കുട്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണോ എന്നൊക്കെ ഉള്ളതിന് ഉത്തരം ഈ സിനിമ തരുന്നുണ്ട്. അത്ര എൻഡിലേക്ക് പോകും.
അതാണ് അതിൻ്റെ ഒരു ആത്യന്തികമായി പറയാനുള്ളത്. അത് ഭയങ്കര രസകരമായിട്ട് വൃത്തിയായിട്ട് ആസ്വാദ്യകരമായിട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് സിനിമ ഉണ്ടാക്കിയ അനുഭവം. പിന്നെ സിനിമയിലെ കഥാപാത്രങ്ങളിലൂടെ തന്നെയാണ് ഈ സിനിമയും വികസിക്കുന്നത്. രണ്ടാം ഭാഗത്തിലെ കുറേ കഥാപാത്രങ്ങൾ ഇവിടെയുണ്ട്. മോഹൻലാലിൻ്റെ ജോർജ് കുട്ടി തന്നെയാണ് പ്രധാനം. ജോർജ് കുട്ടിക്ക് ഒന്നിലും രണ്ടിലും നിന്നും വ്യത്യസ്തമായൊരു മുഖം ഈ സിനിമയിലുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില ഡയലോഗുകളിലൂടെയും അയാളുടെ പ്രവൃത്തികളിലൂടെയും വരുന്നുണ്ട്. ഹീറോയിസ്റ്റിക്കായ ചില എലമെൻറ്റുകൾ വരുന്നുണ്ട് ആ കഥാസന്ദർഭത്തിന് ആവശ്യമായ നിലയിൽ. അതാണ് ഒരു കാര്യം. പിന്നെ മോഹൻലാലിൻ്റെ അഭിനയത്തെക്കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന രീതിയിൽ തന്നെ ചില നോട്ടങ്ങളും ചില ഡയലോഗുകളിലൂടെയൊക്കെ ആ കഥാപാത്രത്തെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഒന്ന് ഉയർത്തിയെന്നാണോ പറയേണ്ടതെന്നല്ല, ഒന്ന് മാറ്റിയിട്ടുണ്ട്. അത് സിനിമയുടെ അവസാനം നമ്മൾ ഇപ്പോഴും ഒരുപക്ഷെ രണ്ടാം ഭാഗത്തിൽ തോന്നാത്തൊരു കാര്യം ഇപ്പോൾ നമ്മളെ തോന്നിപ്പിക്കും. അതെന്താണെന്നാണ് ഉള്ളത് നിങ്ങൾ കണ്ടിട്ട് തീരുമാനിക്കാം. അതോടൊപ്പം തന്നെ രണ്ടാമതായി വരുന്നത് കുടുംബം. മീന, മക്കൾ, അൻസിബ, എസ്തർ അടങ്ങിയ കുടുംബം എല്ലാവരും നല്ല അവരുടെ രീതിയിൽ തന്നെ വൃത്തിയായി ചെയ്യുന്നുണ്ട്. രണ്ടാമത് വരുന്നത് ഈ കലാഭവൻ ഷാജോൻ്റെ കഥാപാത്രമാണ്. അതൊരു ഞാൻ വിശദീകരിക്കുന്നില്ല. മൂപ്പരുടെ ഒന്നാം ഭാഗത്തിലെ അനുഭവം നമുക്കറിയാം. ഈ സിനിമയിൽ ഒന്നിൽ നിന്ന് വ്യത്യസ്തമായി മൂപ്പരുടെ ക്യാരക്ടർ നമ്മളുള്ളിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഫിലോസഫിക്കലായ ചില പ്രശ്നങ്ങളിലേക്ക് നമ്മളെ നയിക്കും. അപ്പോൾ അയാൾ ആ സമയത്തും അയാൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണോ എന്നുള്ളത് വേറെ, പക്ഷേ അങ്ങനെ ഒരു ചിന്തയിലേക്ക് കുറച്ചും കൂടി വ്യത്യസ്തമായ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ നയിക്കും. അങ്ങനെ പഴയ കഥാപാത്രങ്ങളുടെ ചില വ്യത്യസ്തമായ സാഹചര്യം, സിദ്ദിഖ്, ആശാ ശരത്ത്, വരുൺ പ്രഭാകറിൻ്റെ അച്ഛനും അമ്മയും പ്രഭാകറും ഗീതാ പ്രഭാകറും ഒക്കെ വരുന്നുണ്ട്. നമ്മൾ ഈ മിമിക്രിയിലൊക്കെ കേട്ട് ആവർത്തനത്തിൻ്റെ വേറൊരു ടോണിലേക്ക് നമ്മൾ എത്തും. പക്ഷേ സിനിമ അങ്ങനെയല്ല കുറച്ച് ആൾക്കാർ. അതോടൊപ്പം പഴയ സിനിമയിലെ രണ്ടാം ഭാഗത്തുള്ള മുരളി ഗോപിയും KB ഗണേഷ് കുമാറും ഒക്കെ ഉണ്ട്. മുരളി ഗോപി മൂപ്പരുടെ ഒരു പ്രസൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ചില ചെറിയ കാര്യങ്ങളിൽ പോലും, ഇപ്പോൾ ചെറിയൊരു പോലീസ് സ്റ്റേഷനിലെ ഒരു ചെറിയ കേസിൽ പോലും അസ്വസ്ഥരാകുന്ന DGPമാർ വരെ, നമ്മൾ അത്ര വലിയ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, എനിക്കറിയാവുന്ന ചില DGPമാർ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ റിപ്പോർട്ടിങ്ങിൽ ഉണ്ടാകുന്ന സമയത്ത് അങ്ങനെ അസ്വസ്ഥരാകുന്ന ആളുകളുണ്ട്. ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥ നിലയിൽ മുരളി ഗോപി ആ ഒരു ഭാവമുണ്ട്. അതായത് ചില ക്രൈമിലൊക്കെ അകപ്പെടുമ്പോൾ അതെല്ലാം കൈകാര്യം ചെയ്യുന്നൊരു പോലീസുകാരൻ അല്ലെങ്കിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ ശരിയേത് തെറ്റേത് എന്നുള്ളതിനപ്പുറത്ത് നിയമത്തെ മുൻനിർത്തി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അവരുടെ ഡ്യൂട്ടി. അത് ചെയ്യുമ്പം തന്നെ ചില സമയത്ത് ഇവരെ ഡിസ്റ്റർബ് ചെയ്യും, ഈ നീതി ഡിസ്റ്റർബ് ചെയ്യും. അങ്ങനെയുള്ളൊരു ഉദ്യോഗസ്ഥൻ. മാത്രമല്ല ഈ മുരളി ഗോപി ചില ഡയലോഗൊക്കെ പറയുമ്പം അയാളുടെ ഒരു എടുപ്പുണ്ട്. അത് ഭയങ്കര രസമാണ്. അത് നമ്മൾ വല്ലാത്തൊരു അനുഭവമാണത്. അങ്ങനെ ഒരു പ്രത്യേകത, അത് അയാളുടെ ഒരു അടയാളമായി നമുക്ക് മുന്നിൽ പെട്ടെന്ന് നമുക്ക് അത് വേറിട്ട് പറയാൻ പറ്റുന്നതിനപ്പുറത്ത് അനുഭവമായിട്ട് വരികയാണ് ചെയ്യുക. മുരളി ഗോപിയുടെ സ്വാഭാവികമായിട്ടൊരു ക്യാരക്ടർ എന്നുള്ളത്. ആൻ്റണി പെരുമ്പാവൂർ ഉണ്ട്. ഇതുപോലെ തന്നെ ഒരു സീനിലാണെങ്കിലും ക്യാരക്ടറായിട്ട് തന്നെ മൂപ്പരെ സൃഷ്ടിച്ചിട്ടുണ്ടല്ലോ, ഒരു പോലീസുകാരനായിട്ട് ഇതിലും ഉണ്ട്. കൃഷ്ണപ്രഭയും അജിത്തും ഉണ്ട്. അങ്ങനെ ജോഡികളായ പോലീസുകാർ, ദിനേശ് പ്രഭാകർ, അങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെ ഉണ്ട്. ഇർഷാദ് ഒരു കുറച്ചും കൂടിയും പ്രാധാന്യത്തോടു കൂടി തന്നെ ഒന്നാം ഭാഗത്തിൽ നമുക്കറിയാവുന്ന ഒരു കഥാപാത്രമാണല്ലോ. അപ്പോൾ ആ കഥാപാത്രത്തിൻ്റെ ഒരു പോസിറ്റിവിറ്റി, ജോർജ് കുട്ടിക്കൊപ്പം നിൽക്കുന്നതിനൊരു ഗുണം, ഒരു സന്തോഷം ഈ സിനിമയിൽ ഉണ്ട്. ഉടനീളം അദ്ദേഹം ഉണ്ട്. തുടരും സിനിമയിലും അദ്ദേഹം ഉണ്ടായിട്ടില്ല. അപ്പോൾ മോഹൻലാലിനെ കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരും അദ്ദേഹത്തെ. നേര് മുതൽ ജിത്തു ജോസഫിൻ്റെ സിനിമയിലെ ഒരു സാന്നിധ്യമായ ശാന്തി മായാദേവി അടക്കമുള്ള അഭിനേതാക്കളുണ്ട്. അങ്ങനെ കഥാപാത്രങ്ങളെല്ലാം വളരെ പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. പലപ്പോഴും പഴയ സിനിമകളിലെ കഥാപാത്രങ്ങളുടെ തുടർച്ച എന്നുള്ള നിലയിലും ഒക്കെ വരുന്നുണ്ട്. സായികുമാർ പക്ഷേ ഈ സിനിമയിലില്ല. പിന്നെ ഒരു രസകരമായ സാധനമുള്ളത്, സായികുമാർ രണ്ടാം ഭാഗത്തിലൊരു സിനിമ എഴുതുകയാണ്. അതിൻ്റെ റിസൾട്ട് ഈ സിനിമയിലുണ്ട്. ഒപ്പം ബിജു മേനോൻ്റെ ഒരു സാന്നിധ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ബിജു മേനോനിലാണ്. അദ്ദേഹം ഒരു സിനിമാടനായിട്ടാണ് അഭിനയിക്കുന്നത്. അങ്ങനെ ഒരു സാന്നിധ്യമുണ്ട്. ആകെ ഈ സിനിമ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ മോഹൻലാൽ ഒരു കുരുക്കിൽ അകപ്പെടുന്നതും ആ കുരുക്ക് എന്താണെന്ന് ഒന്നാം ഭാഗത്ത് പറഞ്ഞിട്ടല്ലോ, അതിൽ രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളുമാണ്. അതിനപ്പുറത്ത് ഈ സിനിമ ഈ രണ്ട് ഭാഗത്തിൽ നിന്ന് വ്യത്യസ്തമായി വേറൊരു തലത്തിലേക്ക് ഉയരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും രസകരമായതും ആസ്വാദ്യകരമായതും ചിന്തിപ്പിക്കുന്നതുമായ കാര്യം. അതിലേക്ക് ജിത്തു ജോസഫ് വളരെ വിദഗ്ധമായി ഈ കഥയെ കൊണ്ടുപോകുന്നുണ്ട്. ഒപ്പം രണ്ടിൽ നിന്നും വ്യത്യസ്തമായൊരു ക്ലൈമാക്സ് ചിന്ത നമ്മളിലേക്ക് ഈ സിനിമ എത്തിക്കും. ആ ക്ലൈമാക്സിൽ ഉണ്ടാക്കുന്ന ആകുലത അല്ലെങ്കിൽ അസ്വസ്ഥത, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ ഡിസ്റ്റർബൻസ് പുതിയൊരു മൂന്നാമതൊരു അനുഭവമായി ഈ സിനിമയെ മാറ്റുന്നുണ്ടെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എനിക്ക് തോന്നുന്നു ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞ് അടുത്തൊരു 4ാം പാർട്ടിന് വേണ്ടിയിട്ടുള്ള കഥകൾ പഴയ സിനിമകൾ ഇറങ്ങിയതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് വരാനുള്ള സാധ്യതകളുണ്ട്. അതിനുള്ള ഒരുപാട് അവശേഷിപ്പുകൾ ഈ സിനിമ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഓരോരുത്തും ഓരോ പോയിന്റ്. നേരത്തെയുള്ള സിനിമയിൽ പോലെ തന്നെ ജോർജ് കുട്ടി എന്തുകൊണ്ടാണ് വീട് പൊളിക്കുന്നില്ല എന്നൊക്കെയുള്ള ചിന്ത നമുക്ക് നേരത്തെ വന്നതാണ്. ഈ സിനിമ കാണുമ്പോഴും നമുക്ക് വരും. ഒപ്പം മറ്റു പല കഥാപാത്രങ്ങൾ, ഇപ്പം ജയകൃഷ്ണൻ്റെ ഒക്കെ കഥാപാത്രങ്ങളുണ്ട്. ജയകൃഷ്ണനും മകളും മറ്റേ സിനിമയിൽ കണ്ടതാണല്ലോ, രണ്ടാമത്തേൽ. അപ്പോൾ അവരുടെയൊക്കെ കഥാപാത്രങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള എല്ലാവരും റിലേറ്റ് ചെയ്തിട്ടുണ്ട്. പുതിയൊരു ചിന്തയിലേക്ക് നമുക്ക്
പോകാം. അതോടൊപ്പം തന്നെ ഈ മൂന്നാമതെത്തുമ്പം വലിഞ്ഞു മുറുകുന്ന കഥാപാത്രങ്ങൾ കൂടുതൽ വില്ലത്തരങ്ങളിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ള സംശയത്തിലേക്ക് നമ്മൾ എത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട് പലപ്പോഴും. അതിനൊക്കെ അപ്പുറത്ത് നായകൻ വിജയിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനെല്ലാം മേലെ നായകൻ്റെ ഉള്ളിൽ ഈ അസ്വസ്ഥത അല്ലെങ്കിൽ ഈ ഫിലോസഫിക്കലായ ഒരു പ്രശ്നം, നീതി നിയമവുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം നിലനിർത്തുന്നുണ്ട്. അത് നമ്മുടെ ഉള്ളിലേക്കും നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ആത്യന്തികമായി ദൃശ്യം 3 അതിൻ്റെ മറ്റ് ഈ കച്ചവടപരമായ വാണിജ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുമ്പോൾ ഏതെല്ലാം തലത്തിൽ വിലയിരുത്തപ്പെട്ടാലും ദൃശ്യം 3 മലയാള സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട ഡ്യൂട്ടി നിർവഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ 3 സിനിമ കഴിയുമ്പോൾ ആവർത്തിച്ച് പറയാനുള്ള ഒരു കാര്യം. അതായത് നമ്മൾ ഈ ആൾക്കൂട്ടങ്ങളുടെ ഒക്കെ വൈകാരിക പ്രകടനത്തിൻ്റെ ഭാഗമായിട്ടാണ് സിനിമ പലപ്പോഴും ആവിഷ്കൃതമാകുക. അപ്പോൾ ഒരു ആൾ കുറ്റവാളിയാണെന്ന് കാണും, അയാളെ തല്ലിക്കൊല്ലുക എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് പലപ്പോഴും വാണിജ്യ സിനിമകൾ മുന്നോട്ട് വരിക. നമ്മൾ ഇഷ്ടപ്പെടുന്ന സിനിമകൾ തന്നെ അങ്ങനെയാണ് മിക്കവാറും. അതൊരു ആൾക്കൂട്ട മനസ്സാണ്. അതിനപ്പുറത്ത് ഈ നിയമം നടപ്പാക്കേണ്ടതിൻ്റെ അനിവാര്യതയും നീതി എന്ന് നമ്മൾ പറഞ്ഞ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ചില കാര്യങ്ങൾ തമ്മിലുള്ള സംഘർഷം, അത് നമ്മളെ ചിന്തിപ്പിക്കാൻ വേണ്ടി ജിത്തു ജോസഫിന് കഴിയുന്നു എന്നുള്ളതാണ് ദൃശ്യം 3യിലും മുന്നോട്ട് വെക്കുന്ന കൂടുതൽ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം. നമ്മളൊരു കുറ്റം ചെയ്യുമ്പോൾ ആ കുറ്റം എന്ത് കാരണത്താൽ ചെയ്യുന്നു എന്നുള്ളതിനപ്പുറത്ത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നു എന്നുള്ളത് കൂടി വിചാരണ ചെയ്യപ്പെടുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ആലോചിപ്പിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ഒരു അഭിപ്രായത്തിലേക്ക് എത്തുന്നില്ലല്ലോ. ശരിക്കും ജിത്തു ജോസഫ് കൺക്ലൂഷനിലേക്ക് എത്തുന്നില്ല. ആദ്യ സിനിമയിലുള്ളതുപോലെ അവസാനം മോഹൻലാലാണ് ശരി അല്ലെങ്കിൽ ജോർജ് കുട്ടിയാണ് ശരിയെന്ന് പറയുമ്പം തന്നെ ആത്യന്തികമായ അതൊരു കൺക്ലൂഷൻ അല്ല, നമ്മളെ കൂടുതൽ ചിന്തിപ്പിക്കുകയാണ്. 3ലേക്ക് എത്തുമ്പോൾ അത് കൂടുതൽ നമ്മളെ ചിന്തിപ്പിക്കുന്നുണ്ട്. ഒപ്പം ഈ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ ഒരു സർപ്രൈസ് എലമെൻ്റ് കൂടി വെക്കുമ്പം ഇനിയും നമ്മൾ ഈ നീതിയും നിയമവും തമ്മിലുള്ള സംഘർഷം വീണ്ടും നമ്മൾ ചിന്തിക്കും. കുറ്റകൃത്യം, ഒപ്പം തന്നെ അതിൻ്റെ കാരണം, ന്യായീകരണം ഒക്കെ നമ്മൾ കൂടുതൽ ആലോചിക്കും. അതൊരു അർത്ഥത്തിൽ ഒരു ഡ്യൂട്ടി എന്ന നിലയിൽ സിനിമയിൽ ജിത്തു ജോസഫിൻ്റെ എല്ലാ സിനിമകളും എടുത്തു നോക്കിയാലും അദ്ദേഹം സമൂഹത്തിന് മുന്നിൽ വെച്ച ഒരു ഗുണപരമായ ആലോചന അതിനകത്തുണ്ട് എന്നുള്ളതാണ്. ദൃശ്യം മോഡൽ ഒരുപക്ഷെ നെഗറ്റീവായിട്ടാണ് നമ്മൾ ചർച്ച ചെയ്തതെങ്കിലും ആത്യന്തികമായ സിനിമ ശരിയും തെറ്റും തമ്മിലുള്ള ആലോചനയെക്കുറിച്ചുള്ള സംഘർഷങ്ങളാണ്. അത് നിയമം നടത്തിപ്പുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങളാണ്. ദൃശ്യം 3യും അങ്ങനെയാണ്. 3 ഒരു ഗംഭീര അനുഭവമാക്കി മാറ്റിയതിന് ജോർജ് കുട്ടിക്കും മോഹൻലാലിനും എല്ലാവർക്കും ഉള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് വിട. നന്ദി, നമസ്കാരം.